ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ വരുന്ന ദിവസം ശിവക്ഷേത്രത്തിൽ നിങ്ങൾ പോയാൽ ശിവഭഗവാൻ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് പൊന്നും പണവും സർവ്വ ഐശ്വര്യങ്ങളും എന്തും തരുമെന്നുള്ളതാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്, ഈ വരുന്ന ഏത് ദിവസമാണ് അത് എന്നെല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അത് അറിയാനും പോകാനും പറ്റിയാൽ. ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ പെടുന്നുണ്ടെങ്കിൽ അത് ശിവഭഗവാന്റെ നിശ്ചയമാണ്, എൻ്റെയോ നിങ്ങളുടെ കഴിവല്ല, ഹൃദയത്തെ എന്നാണ് പറയുന്നത് സത്യസന്ധമായിട്ട്. അപ്പോൾ അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ ഇത് കണ്ടിരിക്കും. അപ്പോൾ അത് ഏത് ദിവസമാണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയുന്നത് ഏറ്റവും സത്യസന്ധമായിട്ടും പ്രാർത്ഥനയോടെയും നല്ല ദൈവികമായ അറിവുകളെല്ലാം പറയുന്നത്. അപ്പം അത് നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടും. ഞാനിന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാരണമുണ്ട്. ഞാനത് ജസ്റ്റ് പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. ഇന്ന് വാട്സപ്പിൽ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്തിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് മെസ്സേജ് ചെയ്തു. അപ്പം എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് കാരണം എന്നാണെന്നറിയോ? അത് കാരണമുണ്ട്. അപ്പം ഇന്ന് ആ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത അവരുടെയൊക്കെ ഞാൻ എന്തൊക്കെയാണ് നോക്കിക്കൊടുത്തതെന്ന് എനിക്ക് അറിയാം, എനിക്ക് ബോധ്യമുണ്ട്. അതിൽ ചിലരുടെയൊക്കെ ഗ്രഹനിലയൊക്കെ പരിശോധിച്ചപ്പോൾ, കൈരേഖയൊക്കെ പരിശോധിച്ചപ്പോൾ ദുരിതങ്ങളോട് ദുരിതങ്ങൾ എന്ന് വെച്ചാൽ ഒരു തരത്തിലും രക്ഷപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുള്ള ചില ഗ്രഹനിലകളും കൈരേഖകളുമായിരുന്നു. അപ്പം ഞാൻ സത്യസന്ധമായിട്ട് ഭഗവാന്റെ മുന്നേ എന്നാണ് പറയണം. അപ്പോൾ ഞാനത് പരിശോധിച്ചപ്പം ഞാൻ മനസ്സിൽ ഈശ്വരനോട് ചിന്തിച്ച കാര്യം, ഈശ്വര, പല കുടുംബശാപങ്ങള്, കുടുംബദോഷങ്ങള്, പിതൃശാപങ്ങള്, പിന്നെ പലതരത്തിലുള്ള ശാപങ്ങളെ എന്ന് വെച്ചാൽ ഒരു തരത്തിലും കുരുക്ക് അഴിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ഗ്രഹനിലകൾ, ഇതൊക്കെ ഞാൻ ആ പ്രാർത്ഥനയോടാണ്, ഭഗവാനെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, ഇവർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ, അവരുടെ ജീവിതം മാറാനും. പക്ഷെ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആ ഗ്രഹനിലകളൊക്കെ പ്രാർത്ഥനയോടെ ഞാൻ പരിശോധിച്ചു. എനിക്കറിയാവുന്ന ആ കാര്യങ്ങൾ, ഭഗവാൻ തന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവരൊക്കെ, ഞാനത് ഓർക്കുന്നുണ്ട് ഇന്നും വ്യക്തമായിട്ട്, അത് ഒരു തരത്തിലും രക്ഷപ്പെടുത്തലെന്ന് വിചാരിക്കുന്ന അതുപോലെ സാമ്പത്തിക ബാധ്യതകളും ദുരിതങ്ങളോട് ദുരിതങ്ങളും എത്ര പറഞ്ഞാലും തീരത്തില്ല, എത്ര വീഡിയോ പറഞ്ഞാലും തീരാത്ത പോലെ ദുരിതങ്ങളുള്ളവർ. ഞാൻ വെറുതെ ഒരു കാര്യം ഇത്രയും വലിയൊരു ഇതായിട്ട് പറയത്തില്ലെന്ന് സാമാന്യ ബുദ്ധിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് എത്രയോ ആളുകളുടെ ദിവസം ഞാൻ പരിഹരിക്കുന്നതാണ്, പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷെ ഞാനിങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ദുരിതങ്ങളുള്ള കുറേ ഗ്രഹനിലകൾ, അതെല്ലാം ഞാൻ വിശകലനം ചെയ്ത്, എനിക്കറിയാവുന്ന അത് എൻ്റെ കഴിവല്ല, ഈശ്വരൻ്റെ മഹത്വമാണ്, പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തു. അവരുടെയൊക്കെ സാമ്പത്തികമായ ബാധ്യതകൾ മിക്കവാറും കുറേയൊക്കെ ഒരുപാട് മാറി. ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങൾ തീർന്നു. ജീവിതത്തിൽ പലർക്കും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടായി. വീട്ടിലെ പ്രശ്നങ്ങൾ തീർന്നു. വീട് സ്ഥലവും വാങ്ങിച്ചവരുണ്ട്. എന്ന് വേണ്ട ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്ന് അവർ സന്തോഷത്തോടെ മെസ്സേജ് ചെയ്യുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം ഹൃദയത്തിൽ. എല്ലാത്തിനും ശിവഭഗവാൻ നന്ദി. കാരണം ഞാൻ അതുപോലെ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഭഗവാനിൽ സമർപ്പിച്ച് സത്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ വീഡിയോയിലേക്ക് വരികയാണ്. നിങ്ങളോട് എൻ്റെ ആ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. അപ്പൊ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അതുപോലെ അത്രയ്ക്ക് അത് സന്തോഷമുണ്ട് ഉള്ളിൽ. അവരാ സന്തോഷത്തോടെ അവരുടെ ജീവിതം മാറി. അവരുടെ സാമ്പത്തിക ബാധ്യതകൾ മിക്കവാറും ഒരു പകുതിയോളം അല്ലെ നല്ല രീതിയിൽ മാറി. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ സന്തോഷം അവർ പറയുമ്പോൾ ഒരിക്കലും തീരാത്ത പ്രശ്നങ്ങളെന്ന് കരുതിയ കാര്യങ്ങൾ ഞാൻ ഈ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. ഭഗവാന് മഹത്വം, വേറൊന്നുമില്ല, ഈശ്വരന് മഹത്വം. പിന്നെ അവർ അത് ശരിയായിട്ട് ചെയ്തത് കൊണ്ട് കൂടാണ്, ഞാൻ പറഞ്ഞുകൊണ്ടുകൂടിയല്ല, അവരത് ആത്മാർത്ഥമായിട്ട് ചെയ്തതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ എല്ലാത്തിനും ഈശ്വരന് നന്ദി, മഹത്വം. ഒരുപാട് സന്തോഷമുണ്ട്. അതാണ്, നമുക്ക് വാക്കുകൾ ചിലപ്പം കിട്ടത്തില്ല. എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട്. അത് ഒന്നുമില്ല പറയാൻ. ഇപ്പം ഏതായാലും ഞാൻ വീഡിയോയിലേക്ക് വരാം. അതുപോലെ തന്നെയാണ് ഈ ഓരോ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ. നിങ്ങളത് ആവശ്യമുള്ളവരത് മനസ്സിലാക്കിക്കോണം കേട്ടോ. അത് വേറെ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു, മക്കൾ ആവശ്യമില്ലാത്ത തെറ്റായ കൂട്ടുകെട്ടുകളിലും റിലേഷനിലും ഒക്കെ പോയാലുള്ള
ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, കടം മാറാനുള്ള ചില കാര്യങ്ങൾ, ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവമാണ്. ലക്ഷങ്ങൾ കടമുള്ളവരോ കടം വീടി ഞാൻ എത്രയോ തവണ നിങ്ങളോട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും അധികം ആളുകൾ കണ്ടിട്ടില്ല. എനിക്കറിയത്തില്ല എന്താണ് കാണാത്തത്. ഇത് ഏതായാലും ഈ വരുന്ന ഒരു ദിവസം, അത് ഏത് ദിവസമാണെന്ന് ഞാൻ പറയുന്നുണ്ട്. ആ ദിവസം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ കാണുന്നവര് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ പൊന്നും പണവും സർവ്വസമ്പത്തും ഐശ്വര്യം നിങ്ങൾ ചോദിക്കാതെ തന്നെ ശിവഭഗവാൻ തരും. അപ്പൊ അതേത് ദിവസമാണെന്ന് പറയുന്നുണ്ട്. മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ഒരാൾക്ക് ഒരു ഗ്രഹനില വിശകലനം ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന സമയം മറന്നിരുന്ന ഞാൻ ചെയ്യുന്നത്. പിന്നെ മനസ്സിലായില്ലേ? അതിനോട് ഞാനൊരു സത്യസന്ധത പുലർത്തുന്നുണ്ട്. നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അല്ലാതെ എന്നെ എപ്പോഴും വന്ന് കാണും എന്നൊന്നുമല്ല. ഉള്ള കാര്യം ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ, അല്ല ലക്ഷങ്ങൾ മുടക്കിയുള്ള കാര്യങ്ങളോ ഒന്നും പറയത്തില്ല. നിങ്ങൾക്ക് സാധാരണക്കാരന് ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന കാര്യം, പിന്നെ നമ്മുടെ പ്രയത്നം കൂടെ വേണം. ഉള്ള കാര്യം ഉള്ള പോലെ സത്യസന്ധമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യാല്ലേ, ചെയ്യാതിരിക്കാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതങ്ങ് മനസ്സിൽ നിന്ന് വന്നതാണ്. അപ്പം പിന്നെ വാട്സപ്പിൽ വിശകലനം ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ മെസ്സേജ് തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. പിന്നെ നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല, ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയാണ്, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ ചുരുക്കി ചെറിയൊരു വോയിസ് ആയിട്ട് വാട്സപ്പിൽ ഇട്ടാൽ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എനിക്കറിയാൻ നല്ല കാര്യം പറഞ്ഞു തരും. അതിന് ഫീസൊന്നുമില്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ടെല്ലാം പറഞ്ഞുതരാം. ഈ വരുന്ന ഒരു ദിവസം അതെന്നാന്ന് ഞാൻ പറയാം. ഈ വരുന്ന ശനിയാഴ്ച, അതായത് ജൂൺ 27 ശനിയാഴ്ച നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകണം. എപ്പോൾ പോകണം? രാവിലെ പോകാം, വൈകിട്ട് പോകാം. പക്ഷെ വൈകിട്ട് പോകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഈ വരുന്ന ശനിയാഴ്ച ജൂൺ 27, 2026 ശനിയാഴ്ചയും പ്രദോഷവും കൂടാണ്. അന്ന് നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുക. ശിവക്ഷേത്രത്തിൽ രാവിലെയും പോവാം, വൈകിട്ടും പോവാം. പക്ഷെ വൈകിട്ട് ഉറപ്പായിട്ടും പോകാൻ ശ്രമിക്കുക. അവിടെയാണ് കാര്യം കിടക്കുന്നത്. അപ്പൊ എന്താണ് അതിന്റെ രഹസ്യം? ശനിയാഴ്ചയും പ്രദോഷവും കൂടെ ചേർന്ന് വരികയാണ്. അന്ന് ശിവനെ ദർശനം ചെയ്താൽ അതിനോളം പുണ്യം വേറെ ഒന്നുമില്ല. ശിവപ്രീതിക്ക് ഏറ്റവും പ്രധാനമായ ദിവസമാണ്. മാത്രമല്ല ഇത് ശനിയാഴ്ച ശുക്ലപക്ഷത്തിലെ പ്രദോഷമാണ്. ശനി പ്രദോഷമാണ്. ശനിയും പ്രദോഷവും കൂടെ വരുന്ന ദിവസമാണ്. അതീവ പുണ്യമാണ്. 12 പ്രദോഷങ്ങൾ അനുഷ്ഠിക്കുന്ന പുണ്യമാണ് ഈ വരുന്ന ശനിയാഴ്ച ജൂൺ 27, 2026 വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ പോയാൽ 12 പ്രദോഷങ്ങൾ അനുഷ്ഠിക്കുന്ന പുണ്യം ആ ഒരൊറ്റ ദിവസം, ഞാനാ പറഞ്ഞ സമയം വൈകുന്നപാട് ജൂൺ 27, 2026 ജൂൺ 27 ശനിയാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിൽ പോയാൽ, ശിവക്ഷേത്രത്തിൽ പോയാൽ കിട്ടും. അപ്പൊ നോക്കിക്കേ എത്ര പ്രാധാന്യമുണ്ട് അതിന്, എന്ത് പ്രാധാന്യമുണ്ട് അതിന്. അതിന്റെ പ്രത്യേകത പറഞ്ഞുതരാം. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ, അറ്റവും മൂലയും കേട്ടിട്ട് ചെയ്യരുത്. ശരിയായിട്ട് ചെയ്തവരുടെ എല്ലാം ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രയത്നവും കൂടെ വേണം. അതായത് പ്രദോഷം എന്ന് വെച്ചാൽ ദോഷങ്ങൾ മാറ്റുന്ന ആ ഒരു ദിവസമാണ്. നമ്മുടെ ദോഷങ്ങൾ മാറ്റുന്ന ദോഷങ്ങൾ എന്താ? പിതൃദോഷം, ശാപദോഷം, കുടുംബദോഷം, എല്ലാ തരത്തിലുള്ള മറ്റു തരത്തിലുള്ള പ്രവൃത്തി ദോഷം, കർമ്മദോഷം, എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെ മാറ്റുന്ന ദിവസമാണ് പ്രദോഷം. അത് എല്ലാ ദോഷങ്ങളും വരും. അപ്പൊ ഈ പ്രദോഷത്തിനന്ന് ശിവക്ഷേത്ര ദർശനം ചെയ്താൽ, സാധാരണ പ്രദോഷമാണെങ്കിൽ പോലും വൈകുന്ന പാട്, അതായത് ത്രയോദശി തിഥി വൈകിട്ട് വരുന്ന സമയമാണ്. അതായത് ശനിയാഴ്ച, ഈ വരുന്ന ശനിയാഴ്ച ആണെങ്കിലും എല്ലാ മാസവും 2 പ്രദോഷമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് പ്രദോഷം വേണേലും ദർശനം ചെയ്താൽ പോലും പ്രദോഷത്തിനന്ന് വൈകുന്നപാട് വേണം ശിവക്ഷേത്ര ദർശനം ചെയ്യാൻ. ഏത് പ്രദോഷത്തിനെന്നാണേലും വൈകുന്നപാട് ശിവക്ഷേത്ര ദർശനം ചെയ്താൽ ശിവനും പാർവതിയുടെയും ഏറ്റവും സന്തോഷമായിരിക്കുന്ന, ഏറ്റവും പ്രസന്നമായിരിക്കുന്ന സമയമാണ്. ഇപ്പൊ സന്തോഷമായിരിക്കുമ്പോൾ നമ്മളൊന്നും ആവശ്യപ്പെട്ടില്ലേ പോലും എല്ലാം നമുക്ക് തരുമെന്നുള്ളതാണ്. പൊന്നും പണവും സമ്പത്തും ഐശ്വര്യവും എല്ലാം നമുക്ക് തരും. സന്താനങ്ങളെ കൊണ്ട് ഗുണവും, ദാരിദ്ര്യ ദുഃഖം മാറ്റി തരും, ആയുരാരോഗ്യ ഐശ്വര്യങ്ങൾ തരും, സർവ്വ ഐശ്വര്യങ്ങളും തരും എന്നുള്ളതാണ്. അപ്പൊ ഈ സമയത്ത് ശിവഭഗവാൻ പാർവതി ദേവിയുടെ മുന്നിലിരുന്ന് ആനന്ദ നൃത്തമാടുകയാണ്.
അതാണ് ഈ പ്രദോഷ സന്ധ്യയുടെ ഒരു രഹസ്യം. അപ്പൊ ഈ പ്രദോഷ സന്ധ്യക്ക് എല്ലാ 33 ദൈവങ്ങളും ശിവനെയും പാർവതിയെയും കാണാൻ കൈലാസത്തിൽ വന്ന് ഭഗവാനെ വണങ്ങി നിൽക്കുന്ന, അമ്മയും പാർവതിദേവിയും വണങ്ങി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ ഏത് പ്രാർത്ഥനകളും ഭഗവാൻ കൈക്കൊള്ളും എന്നുള്ളതാണ്. ഒന്നും പ്രാർത്ഥിച്ചില്ലേ പോലും, തൊഴുതാൽ പോലും നമ്മുടെ സർവ്വ പാപങ്ങളും മാറിക്കിട്ടും. ഈ പാപങ്ങൾ മാറുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമ്മൾ എത്ര വഴിപാട് ചെയ്താലും ഫലം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മുൻജന്മ പാപങ്ങൾ മാറും. ഈ പാപങ്ങളെല്ലാം മാറിക്കിട്ടും. കർമ്മദോഷങ്ങൾ മാറിക്കിട്ടും, ശാപദോഷങ്ങൾ മാറിക്കിട്ടും, ദൃഷ്ടിദോഷങ്ങൾ മാറിക്കിട്ടും എന്ന് വേണ്ട എല്ലാവിധ ദോഷങ്ങളും, കുടുംബദോഷങ്ങള്, സർവ്വവിധ ദോഷങ്ങളും മാറിക്കിട്ടും. ഈ സമയത്ത് ഭഗവാനെ ദർശനം ചെയ്താൽ, ഭഗവാനെ അമ്മയും, അപ്പം നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി ഈ വരുന്ന ശനിയാഴ്ചയും കൂടെ പ്രദോഷവുമാണ്, ശനിയാഴ്ചയുമാണ്, അതിവിശേഷമാണ്. കാരണം ശനിയാഴ്ചയും പ്രദോഷവും കൂടെ ചേർന്ന് വരുന്ന ദിവസം അതിവിശേഷമാണ്. ഈ ജൂൺ 27, 2026. അപ്പം അന്ന് നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയാൽ ഞാൻ പറഞ്ഞല്ലോ 12 പ്രദോഷങ്ങൾ എടുക്കുന്ന പുണ്യമാണ് ഒരൊറ്റ ദിവസം പോയാൽ. അത്ര പ്രാധാന്യമുണ്ട്. ഒരു പ്രദോഷം തന്നെ തൊഴുതാൽ മഹാപുണ്യമാണ്. അങ്ങനെ 12 പ്രദോഷങ്ങളിലെ പുണ്യം എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ്. മനസ്സിലായി? നമുക്ക് കാൽക്കുലേറ്റബിൾ അല്ല, അതിനപ്പുറത്താണ് ആ പുണ്യം. അപ്പം അന്ന് നിങ്ങൾ വൈകുന്ന പാട് സാധിക്കുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോകണം. രാവിലെയും പോകാം. രാവിലെ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ചെയ്യാം. എന്തായാലും വൈകുന്ന പാട് പോകാൻ ശ്രമിക്കണം. വൈകുന്ന പാടാണ് പ്രദോഷ സന്ധ്യ. പോയി നിങ്ങൾ ഭഗവാന് കൂവളത്തിലെ അർച്ചന, നെയ്യ് അല്ലെ നെയ്വിളക്ക്, പിൻവിളക്ക്, പിന്നെ വൈകിട്ട് ഏതാ നിവേദ്യമുള്ളത്, പായസ നിവേദ്യം കൂടെ കൊടുക്കുക. ഭഗവാനെ പാർവതി ദേവിയെ വിളിച്ചു പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒന്നും ആവശ്യപ്പെട്ടില്ലേ പോലും നിങ്ങൾക്ക് ഭഗവാൻ എല്ലാം നൽകും. ഭഗവാന്റെ ശിവായ ഓം നമ ശിവായ, പിന്നെ പാർവതി ദേവിയുടെ ഓം നമോ ഭഗവതേ ജഗത് പ്രസൂന്യേ നമ, പാർവതി ദേവിയെ ഓം ഹ്രീം അന്നപൂർണായേ സ്വാഹ, അന്നപൂർണായ സ്വാഹ എന്ന് ജപിക്കണ്ട കേട്ടോ. ഇത് പാർവതി ദേവി ശിവഭഗവാൻ ആഹാരം വിളമ്പുന്നതായിട്ട് സങ്കല്പിച്ച് ജപിക്കുക. മനസ്സിൽ വാഗുണ്ടോ ജപിക്കാം. ഒന്നും ആവശ്യപ്പെട്ടില്ലേ പോലും നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഉയർച്ച, നിങ്ങൾക്ക് സമ്പത്ത്, ഐശ്വര്യം, പണം, പൊന്ന്, സമ്പത്ത്, പദവി എന്ന് വേണ്ട, വീട്, ഭൂമി എല്ലാം ഭഗവാൻ നൽകും. പക്ഷെ ആത്മാർത്ഥമായിട്ടായിരിക്കണം. മനസ്സിൽ സംശയം കാണരുത്, ആശങ്ക കാണരുത്. ശുദ്ധ മനസ്സോടുകൂടി ആയിരിക്കണം ഭഗവാനെ വിളിക്കുന്നത്. അപ്പൊ ഇത് പ്രദോഷ സന്ധ്യയ്ക്ക് വരുന്ന ശനിയാഴ്ച വൈകിട്ട് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യുക. ഭഗവാന് ഏറ്റവും അനുഗ്രഹം ലഭിക്കുന്ന ദിവസം തന്നെയാണ്. അതോടൊപ്പം ഒരു കാര്യങ്ങളോട് നിങ്ങൾ മറക്കരുത്, ഈ ശനിയാഴ്ച അന്നദാനം പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ആർക്കെങ്കിലും അന്നദാനങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഒന്നുമില്ലെങ്കിലും പക്ഷികൾക്കെങ്കിലും ആഹാരം കൊടുക്കുക, ചെടികൾക്ക് വെള്ളം ഒഴിക്കുക, മറ്റുള്ളവരെ ദാനധർമ്മങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുക. ഈ ശനിയാഴ്ചകൾ ദാനധർമ്മം ചെയ്താൽ അച്ചട്ടാണ് ജീവിതത്തിൽ മാറ്റം വരും. ശുദ്ധ മനസ്സോടെ ചെയ്യണമെന്ന് മാത്രം. ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അത് ഒരു 2 മിനിറ്റ് അത് പറഞ്ഞിട്ട് ബാക്കി ചില രഹസ്യ കാര്യങ്ങളുണ്ട്, അതിലേക്ക് വരാം. അതൊന്ന് 2 മിനിറ്റ് ഞാൻ പറയാം. അതായത് കാരണം അത് ഈ ശനിയാഴ്ചകളുടെ പ്രാധാന്യം നിങ്ങൾ അറിയണം. ഒരുപാട് പേര് രക്ഷപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ 10 രൂപ തികച്ചെടുക്കാനില്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിയ മനുഷ്യനാണ്. എനിക്കത് പറയുന്നതിന് മടിയൊന്നുമില്ല. ബുദ്ധിമുട്ടിയ ആളാണ്. പക്ഷെ ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് ആരോടും പറഞ്ഞിട്ടില്ല. ആര് ചോദിച്ചാലും, ഞാൻ ജോലി ചെയ്യുന്ന സമയം ആര് ചോദിച്ചാലും കുഴപ്പമില്ല എന്നേ പറയത്തുള്ളൂ. എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ വെളിയെ അറിയിക്കത്തില്ലായിരുന്നു. അതുപോലെ ചിട്ടി, ലോണ് ഒക്കെ ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. ആ സമയത്ത് ജോലി ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ദാരിദ്ര്യം ഒഴിയുന്നില്ലായിരുന്നു. അതുപോലെ ബുദ്ധിമുട്ടി നടക്കുന്ന ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്കും അത് പ്രയോജനം ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത്. അന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഇത് ഈശ്വരന്റെ കൃപ കൊണ്ട് സംഭവിച്ചതാണ്. എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന പ്രായമുള്ള അച്ഛനെയും അമ്മയും അല്ലെ കണ്ണ് കാണാത്തവരെയൊക്കെ ഞാൻ അവരെ പിടിച്ച് അപ്പുറം കടത്തി വിടുമായിരുന്നു. അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് അന്നുണ്ടായിരുന്നു. അന്നല്ല, ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും അന്ന് ആ സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു. ആ ദാരിദ്ര്യത്തിനിടയിലും ആ ദുരിതങ്ങൾക്കിടയിലും 2 തവണ തന്നെ വീട് തന്നെ ജപ്തിയായി. പിന്നെ നമ്മൾ ആ സ്ഥലവും വീടും വിറ്റിട്ടാണ് ബാക്കി കൊണ്ട് ഒരു 3.5 സെന്റൊക്കെ മേടിച്ചത്. അപ്പം
പിന്നെ ഇന്ന് പുത്തങ്കാവലമ്മ അനുഗ്രഹിച്ച് എനിക്ക് അമ്മയുടെ അടുത്ത് ഒരു അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ആ ഒരു അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് അന്ന് ഈ ശനിയാഴ്ചകൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഈ തർമ്മക്കാർ വരുമായിരുന്നു. അപ്പോൾ പറ്റുന്നവർക്ക് കൊടുക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരമ്മ സ്ഥിരം വരുമായിരുന്നു. അപ്പോൾ ആ അമ്മയ്ക്ക് എൻ്റെ കൂടെയുള്ള ഒരു സുഹൃത്ത് ഒരു 20 രൂപ 30 രൂപ ഒക്കെ കൊടുക്കുമായിരുന്നു. അപ്പം ഈ കടയിൽ നിന്ന് ജോലി ചെയ്യുന്നതിനെ സംബന്ധിച്ചോളം 30 രൂപ 50 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കാരണം നമ്മുടെ ഇന്ന് വണ്ടിക്കൂലിക്ക് പോലും കഷ്ടിയുള്ള സമയമാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് കൊടുക്കുമായിരുന്നു, ഞാൻ അമ്മയ്ക്ക് കൊടുക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ എൻ്റെ സുഹൃത്ത് ആ ജോലിയിൽ നിന്ന് അവിടെ നിന്ന് പോയി കഴിഞ്ഞു. അപ്പം ഈ അമ്മയെക്കുറിച്ച് ഞാൻ സുഹൃത്തിനോട് ചോദിക്കുമായിരുന്നു. അവരൊന്നും സംസാരിക്കത്തില്ല. അപ്പം സുഹൃത്ത് എന്നോട് പറയുമായിരുന്നു, ഈ അമ്മയ്ക്ക് ആരുമില്ല, അവരിങ്ങനെ ഇങ്ങനെ ഓരോരുത്തർക്ക് ഭിക്ഷ യാചിക്കും, പിന്നെ കൂടുതലൊന്നും അറിയത്തില്ല. അപ്പം അവർ ശനിയാഴ്ച ഞാൻ ജോലി ചെയ്യുന്ന കടയുടെ അവിടെ വന്നും അപ്പോൾ സുഹൃത്ത് കൊടുക്കും. അങ്ങനെ ഞാനന്ന് നോക്കി നിൽക്കത്തുള്ളൂ, ഞാൻ കൊടുക്കത്തില്ല, കാരണം കൊടുക്കാവുന്ന പൈസ ഇല്ലതാണ്. അങ്ങനെ ഇരിക്കെ ഈ സുഹൃത്ത് ജോലിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ അമ്മ അവിടെ വന്ന് ശനിയാഴ്ച ഇങ്ങനെ നോക്കി നിൽക്കും. ഒരു ചോറ്റുപാത്രമൊക്കെ ആയിട്ട് ഇന്ന് ഞാൻ ഓർക്കും, ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, അവരെവിടുന്ന് വരുന്നു എന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ സംസാരിക്കത്തില്ല, ചോറ്റുപാത്രം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പം ഇവർക്കറിയത്തില്ല എൻ്റെ സുഹൃത്ത് അവിടെ നിന്ന് ജോലിയിൽ നിന്ന് പോയെന്ന്. അപ്പം മറ്റുള്ളവരൊന്നും ഇവരോട് സംസാരിക്കത്തുമില്ല, സംസാരിക്കുന്ന ഒരു മോശം കാര്യമായിട്ട്. അപ്പം ഇവരാദ്യം സംസാരിച്ചാൽ ഇവരൊന്നും മിണ്ടത്തുമില്ല. ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിലുള്ള 30 രൂപയാണെങ്കിൽ 30 രൂപ, 50 രൂപയാണെങ്കിൽ 50 രൂപ ഈ അമ്മയ്ക്ക് ഞാൻ കൊടുത്തു. സന്തോഷത്തോടെയാണ് കൊടുത്തത്. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ അമ്മയ്ക്ക്. അങ്ങനെ അമ്മ ശനിയാഴ്ചകൾ വരുമ്പോൾ ഞാൻ അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ എത്രയോ ശനിയാഴ്ചകൾ, എനിക്കറിയില്ല, ഒരുപാട് ശനിയാഴ്ചകൾ. ഈ ഒരുപാട് ശനിയാഴ്ചകൾ കൊടുക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യമൊന്നും മാറിയിട്ടില്ലായിരുന്നു. അങ്ങനെ അത് കുറേ, എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മേലിലൊക്കെ ആയോ എന്ന് എനിക്കറിയത്തില്ല, കുറേ നാളുകൾ അങ്ങനെ പോയി. പിന്നെ അമ്മയെ ഞാൻ കാണാറില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. എനിക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പറ്റിയതും, പിന്നെ സ്വന്തമായിട്ട് ഈ കൂടുതൽ ജ്യോതിഷത്തിലേക്കൊക്കെ വരാൻ പറ്റിയതും, എന്നെ ഇന്ന് കാണുന്ന നിങ്ങൾ അത് കഴിഞ്ഞ പിന്നാണ്. ഈ ശനിയാഴ്ച ദാനധർമ്മങ്ങൾക്ക് ഭയങ്കര ശക്തിയാണ്. ഇത് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഭഗവാൻ നിങ്ങളെ തൊട്ടനുഗ്രഹിക്കും എന്ന് കരുതി ഇപ്പോൾ ഒരാൾക്കൊരു സഹായം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശനിയാഴ്ച വ്യാഴാഴ്ച ബുധനാഴ്ച നോക്കണ്ട, നിങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനോടൊപ്പം ശനിയാഴ്ചയും കൂടെ നിങ്ങൾ പറ്റുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യണം, സത്യസന്ധമായിട്ട് ചെയ്യണം, ഹൃദയത്തിൽ നിന്ന് ചെയ്യണം, നിങ്ങളുടെ ഇല്ലായ്മയെന്ന് ചെയ്യണം. നമ്മളെല്ലാം ചിന്തിക്കും നമുക്ക് പണം ഉണ്ടായിട്ട് ചെയ്യണമെന്നാണ്. അതല്ല ദാനം. നമ്മുടെ ഇല്ലായ്മയെന്ന്, നമ്മളിപ്പോൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് ആ അവസ്ഥയെന്ന് ചെയ്യണം. ഇപ്പം ശനിയാഴ്ചയിലെ ദാനധർമ്മത്തിന് വലിയ ശക്തിയുണ്ട്, ജീവിതം മാറ്റാൻ ശക്തിയുണ്ട്. ഞാൻ ജ്യോതിഷം വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ ഇത് കഴിഞ്ഞ അങ്ങനെയൊക്കെ ആ ഒരു അമ്മയുടെ അനുഭവം കഴിഞ്ഞ പിന്നെ എനിക്ക് ഒരിക്കലും വർക്കില്ലാതെ വന്നിട്ടില്ല. ഞാൻ ഇന്നും ഒരിക്കലും ഞാൻ ഫ്രീ അല്ല. കൊറോണ സമയത്ത് പോലും ഞാൻ കൊറോണ പിടിച്ച് 14 ദിവസം ഇരുന്ന് അല്ലാതെ അന്നും എനിക്ക് വർക്ക് ഇഷ്ടം പോലെ കിടപ്പുണ്ടായിരുന്നു, പിന്നെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഫ്രീ ആയിട്ടില്ല. അതുപോലെ വർക്ക് എനിക്ക് എപ്പോഴും വരാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ചെയ്ത പ്രവൃത്തികളെയാണ്. ഇതെല്ലാം പറഞ്ഞു തരുന്ന നിങ്ങൾക്കും ഗുണം കിട്ടും, നിങ്ങളുടെ ജീവിതം മാറ്റുന്ന കാര്യമാണ്. ഞാനീ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് പറഞ്ഞതെന്ന്, അല്ല വേറെ ഒന്നിനും വേണ്ടിയല്ല. അല്ലാതെ നമ്മൾ കുറേ മന്ത്രം ജപിക്കുന്നതിലും അതിലൊക്കെ കാര്യമുണ്ടെങ്കിലും നമ്മുടെ സത്പ്രവൃത്തി, മനസ്സ് ശുദ്ധമായി ചെയ്യുന്ന സത്പ്രവൃത്തി, അത് ഈശ്വരനാണ്, അത് പരമേശ്വരനാണ്, അത് പരമേശ്വരിയാണ്. അത് ഗുരുക്കന്മാരെ നമ്മളിൽ എത്തിക്കും. അത് നമ്മൾ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഈ ഗുരുക്കന്മാരല്ല, അദൃശ്യമായ ആ ഗുരുക്കന്മാരുടെ എനർജി നമ്മളെ വഴികാട്ടും. അത് കഴിഞ്ഞാണ് എനിക്ക് ഒരുപാട് ജീവിതത്തിൽ ദൈവികമായ ഒരുപാട് അറിവുകളെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി. അത് കഴിഞ്ഞാണ് അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. എനിക്കിതിൻ്റെ ഒന്നും രഹസ്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അതങ്ങനെ ഈശ്വര കൃപയാൽ അങ്ങനെ എനിക്കൊരു അവസരം കിട്ടി. നിങ്ങൾക്കത് പറഞ്ഞു തന്നേ ഉള്ളൂ, നിങ്ങൾക്കത് പ്രയോജനപ്പെടും. ഈ ശനിയാഴ്ച നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ്, വൈകുന്നപാട് പോകുന്നതിന് മുമ്പ് ശനിയാഴ്ച നിങ്ങൾ പറ്റുന്ന ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇനിയും ഈ ശനിയാഴ്ച അല്ല, ഏത് ശനിയാഴ്ച നിങ്ങൾ പറ്റുന്ന പോലെ ദാനധർമ്മങ്ങൾ ചെയ്യണം. ഉള്ള പോലെ മതി. ഇനി ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇനി ദാനധർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ദിവസവും ചെയ്യാം, ഒരാൾക്ക് ആവശ്യം വരുമ്പോൾ സഹായിക്കണം. അതല്ലാതെ ശനിയാഴ്ചയും കൂടെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം, പറ്റുന്ന പോലെ. മനസ്സിലായില്ലേ? അപ്പം എല്ലാവരെയും അത് മനസ്സിലാക്കി, നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും. ഞാൻ ഈ വീട്ടിലൊക്കെ ഭയങ്കര കലഹമൊക്കെ ആണെങ്കിൽ എപ്പോഴും അതിനൊരു രഹസ്യവിദ്യ പറഞ്ഞുതരാം. ഞാൻ ഈ പറഞ്ഞു തന്ന വിദ്യ ചെയ്തവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്.
അത് നിങ്ങൾ വീട്ടിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കും ചെയ്യാം. വീട്ടിലെ അടുക്കളയിലോട്ട് കയറുന്നതിന് മുമ്പ് ഓം നമോ നാരായണായ എന്ന് സന്തോഷത്തോടെ ഹൃദയത്തിൽ കൈതൊട്ട് ജപിക്കുക, വലത് കൈ. എന്നിട്ട് നിങ്ങൾ ഹൃദയത്തിൽ വലത് കൈ തൊട്ട് ജപിക്കണമെന്നില്ല, ഹൃദയത്തിൽ നിങ്ങൾ സങ്കല്പിച്ച് ജപിച്ചാൽ മതി. ഹൃദയത്തിൽ നാരായണനെയും മഹാലക്ഷ്മിയെയും സങ്കല്പിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഭഗവാൻ നാരായണനെയും മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് ഓം നമോ നാരായണ എന്ന് സന്തോഷത്തോടെ ജപിച്ച് ഈ ഇടത്തുകാല് വെച്ച് കയറുക അടുക്കളയിലേക്ക്. ഇത് ഗ്രഹനാഥനും ചെയ്യാം, ഗ്രഹനാഥയ്ക്കും ചെയ്യാം. ഇത് രാവിലെ ചെയ്യാം, പിന്നെ എപ്പം വേണേലും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. ആ വീട്ടിലെ കലഹങ്ങൾ മാറും. ചെയ്ത് നോക്കിക്കും. ചെയ്തവരുടെ മാറിയിട്ടുണ്ട് വലിയ വഴക്കുകൾ, പ്രശ്നങ്ങൾ. ആ വീട്ടിൽ സമാധാനം കളിയാടും, ഭഗവാന്റെ പ്രൊട്ടക്ഷനും ഉണ്ടാവും. അതെന്താ അടുക്കളയ്ക്ക് ഇത്ര പ്രത്യേകത? അടുക്കളയാണ് അല്ലേ? അതൊന്നുമല്ല. അടുക്കളയ്ക്ക് എന്താണ് പ്രത്യേകത? അടുക്കള അന്നം പാചകം ചെയ്യുന്ന സ്ഥലമാണ്. ഓ ശരി, അന്നം പാചകം ചെയ്യുന്ന സ്ഥലമാണെന്ന് വെച്ചാൽ അടുക്കളയ്ക്ക് എന്നാ പ്രത്യേകത? അടുക്കളയിലല്ലാതെ പിന്നെ വേറെ ഒരിടത്തും വെച്ചാൽ അന്നം പാചകം ചെയ്യാൻ പറ്റുമോ? അതൊന്നുമല്ല. അടുക്കള അന്നം പാചകം ചെയ്യുന്ന സ്ഥലമാണ്. അന്നം എന്ന് വെച്ചാൽ ബ്രഹ്മമാണെന്നറിയുക. അന്നം ബ്രഹ്മമാണ്. നമ്മുടെ ഏറ്റവും പ്രാഥമിക ആവശ്യം ആഹാരമാണ്. അന്നം ബ്രഹ്മമാണ്. ഇനി അന്നം ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളെല്ലാം ആഹാരമാണ് നമ്മുടെ എല്ലാം ബേസ്. അപ്പം ഈ ആഹാരം ബ്രഹ്മം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നെല്ലില്ലേ, നെല്ല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ നെല്ലിന് ചുറ്റും ഒരു കവറിങ് ഉണ്ട് അല്ലേ, ഒരു തോടുണ്ട്. അത് എന്തിനാണ് ഈശ്വരൻ വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഈ നെല്ല് മനുഷ്യന് കഴിക്കേണ്ടതാണെന്നും അത് വളരെ നാളുകൾ സൂക്ഷിച്ചു വെച്ചാലും കേടാകാതിരിക്കാൻ വേണ്ടിയാണ്. അത് ഈശ്വരന്റെ കരുതലാണ്. മനസ്സിലായില്ലേ? അന്നം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. അതിനൊരു സത്യമുണ്ട് അന്നത്തിന്. ആ അന്നം പാചകം ചെയ്യുന്ന സ്ഥലമാണ് അടുക്കള. അതുകൊണ്ട് അടുക്കളയുടെ ഐശ്വര്യത്തിന്റെ ഇരിപ്പിടമെന്ന് പറയുന്നതിന്റെ രഹസ്യം. അല്ലാതെ അടുക്കള കയറി നിന്ന് കഴിക്കുന്നതുകൊണ്ടോ അടുക്കള പാചകം ചെയ്യുന്നതുകൊണ്ടോ അടുക്കളയിൽ നിന്ന് വർത്താനം പറയുന്നതുകൊണ്ടോ ഒന്നുമല്ല. അടുക്കള ഐശ്വര്യത്തിന്റെ ലക്ഷണമാകുന്നത് അന്നം പാചകം ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ആ അടുക്കളയിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിൽ ഭഗവാൻ നാരായണന്റെ അനുഗ്രഹം, പ്രൊട്ടക്ഷൻ ഉണ്ടാകും, സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടാകും, കലഹങ്ങൾ മാറും. ഇത് ചെയ്തവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇതൊക്കെ ചെയ്തവർക്ക് അത് ഗുണമുണ്ടായി, ഇവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നുമുണ്ട്. ശരിയായിട്ട് ചെയ്താൽ നിങ്ങൾക്കും അത് അനുഭവമാകും. വിശ്വാസത്തോടെ ചെയ്യണം, ശരിയായിട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു വാഴയ്ക്കാണെങ്കിലും വളം ഇട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അകത്തി വൃത്താകൃതി ഇടുമ്പോഴേ ആ വാഴയ്ക്ക് പിടിക്കത്തുള്ളൂ. ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ചെയ്യേണ്ട രീതിയിൽ ചെയ്യുമ്പോഴാണ് ഫലമുണ്ടാകുന്നത്. അതെന്താണേലും ചെയ്യേണ്ട രീതിയിൽ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. നമ്മൾ ഈ ഫുട്ബോൾ കളി കാണുമ്പോഴേ ചിലർ ചുമ്മാ കിടന്ന് ഓടുന്ന കാണാം. ചില കളിക്കാർ ചുമ്മാ കിടന്ന് ഓടുന്ന കാണാം. പക്ഷെ ഗോൾ പോസ്റ്റിന് അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു പോകും, പുറകോട്ട് പോകും. അവരെ കൊണ്ട് ഒരു വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷെ ചിലരുണ്ട്, ഒരു ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അവര് കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ചെന്ന് അധികം പാസത്തോ അധികം ഓടത്തൊന്നുമില്ല. കിട്ടുന്ന അവസരം അവര് ചെറിയ പാസുകളിലൂടെ അവർ ഗോളിൽ എത്തിക്കുന്നത്. അപ്പൊ ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നവനാണ് വിജയിക്കുന്നത്. അല്ലാതെ കുറേ അറിവുണ്ടെന്ന് പറഞ്ഞിട്ടോ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നവൻ്റെ കൂടാണ് വിജയം എപ്പോഴും നിൽക്കുന്നത്. അത് മതി, അതിനുള്ള കാര്യങ്ങളായി പറഞ്ഞു തരുന്നത്. ഈ വീടുകളിൽ സാധാരണ പല വീടുകളും വിറ്റുപോകുന്നതിൻ്റെ ഒരു കാര്യം, അതായത് ചില സാമ്പത്തികമായി നശിച്ചൊക്കെ പോകാറുണ്ട്. അതിന് ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വീടുകളിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ മതിൽ കെട്ടിയിരിക്കണം. അതിനകത്ത് കാര്യമുണ്ട്. ഈ മതിൽ കെട്ടി സംരക്ഷിക്കുന്ന പല വീടുകളും പെട്ടെന്ന് നശിച്ചു പോവുകയോ പെട്ടെന്ന് അങ്ങനെ വിറ്റുപോവുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മനസ്സിലാണ് ആ സംരക്ഷണം. മനസ്സിലായില്ലേ? അതായത് ഒരു വീടിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂല മിസ്സിംഗ് ആയിട്ട് കിടന്നാൽ, തുറന്നു കിടന്നാൽ, മതിലൊന്നും കെട്ടാതെ കിടന്നാൽ അവിടെ പെൺകുട്ടികൾ വിവാഹം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ പോരായ്മ ഉണ്ടാകാൻ നേരിയ സാധ്യത ഉണ്ട്. തെക്ക് കിഴക്കേ മൂല തുറന്നു കിടക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്കാണേലും പെൺകുട്ടികൾക്കാണേലും മൂത്ത കുട്ടികൾക്കാണേലും തൊഴിൽ ശരിയാകാൻ തടസ്സമുണ്ട്. ഇതൊക്കെ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ മതിൽ 4 വർഷവും കെട്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ വീട്ടിൽ സമ്പത്തുണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും. ഒരു രഹസ്യമാണ്.
കാരണം ഞാനിതുപോലെ ഒരാൾക്ക് ഒരു സ്ഥലത്ത് ചെന്നപ്പം അവര് തെക്ക് കിഴക്കേ മൂല മിസ്സിങ്ങാ. അപ്പം ഞാൻ പറഞ്ഞു അവിടുത്തെ കുട്ടി നല്ല പഠിത്തമുണ്ട്, പക്ഷെ ജോലിയൊന്നും ശരിയാകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ തെക്ക് കിഴക്കേ മൂലയൊന്ന് കെട്ട. അപ്പം അവർ പറഞ്ഞു ഇപ്പം കെട്ടുന്നൊന്നുമില്ല, ഞങ്ങളെ കൊണ്ട് പൈസയില്ല, അതല്ല. എന്തായാലും കുറച്ചാൾ കഴിഞ്ഞപ്പം അവർ കെട്ടി. ആ കുട്ടിക്ക് നല്ല ജോലി കിട്ടി. നല്ല ജോലി എന്ന് പറഞ്ഞാൽ നല്ല ജോലി, ഇപ്പം നല്ല ലെവലിലാണ് ജീവിക്കുന്നത്. എന്താ പിന്നെ നേരത്തെ ഇതാക്കാൻ വയ്യായിരുന്നു, നേരത്തെ തന്നെ ജോലി കിട്ടത്തില്ലായിരുന്നു. പക്ഷെ ചില കാര്യങ്ങളുണ്ടാവും, 2 വർഷങ്ങളോളം ജോലി ഇല്ലാതെ അത് അകത്ത് കയറി ആ കുട്ടി ജോലിയില്ലാതെ വീട്ടിലിരിപ്പായിരുന്നു. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മാറ്റം വന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായല്ലേ? സാമ്പത്തിക സ്ഥിരത, അത് പിന്നെ നമ്മുടെ മനസ്സിനൂടെ ഒരു പവറാണ്. അത് നമ്മുടെ ആ പുരയിടം, നമ്മൾ താമസിക്കുന്ന പുരയിടം 4 വശവും മതിൽ കെട്ടി കഴിഞ്ഞാൽ നമുക്കൂടെ മനസ്സിനൊരു സുരക്ഷിതത്വം ഉണ്ടാകും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോലും ആ സുരക്ഷിതത്വ ബോധം ഉണ്ടാകും, നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ സമ്പത്തും ഐശ്വര്യവും ഒക്കെ വർദ്ധിച്ചു വരാൻ അത് ഉപകരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ കാശില്ലാത്തപ്പം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. പറ്റുമെങ്കിൽ ഒരു നിവൃത്തി ഉണ്ട്, പറ്റുമെങ്കിൽ ചെയ്യുക, അത് ഏറ്റവും ഒരു നല്ല കാര്യമാണ്. അത് ഞാൻ എല്ലാ വീടുകളും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയെ പറഞ്ഞു തരുന്നതാണ്. ഇനിയും ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ രാവിലെ സൂര്യഭഗവാനെ നോക്കി, എന്ന് വെച്ചാൽ സൂര്യനെ വ്യക്തമായിട്ട് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ആകാശത്തേക്ക് നോക്കിയാലും മതി, അവിടെ സൂര്യപ്രകാശം ഉണ്ടല്ലോ. ഈ ഒരു മന്ത്രം ജപിക്കുക. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുക്കമിവ ബന്ധനാത് മൃത്യുർ മുക്ഷീയ മാമമൃതാത്. ഒന്നുകൂടെ ജപിക്കാം. ഇത് പിന്നെ മൃത്യുഞ്ജയ മന്ത്രം ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുക്കമിവ ബന്ധനാത് മൃത്യുർ മുക്ഷീയ മാമമൃതാത്. വളരെ എളുപ്പമാണ് കേട്ടോ ഇത് പഠിക്കാനും ചൊല്ലാനും ഒക്കെ. 4 വരിയേ ഉള്ളൂ. ഞാനിതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എഴുതിയിടാത്ത. നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും. എല്ലാം കൂടി എഴുതിയിടാനും സമയമില്ല, അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് മിക്കവർക്കും അറിയുകയും ചെയ്യാം. ഈ മന്ത്രം നിങ്ങൾ സൂര്യനെ നോക്കി വാഗൊണ്ട് ജപിക്കണം 3 തവണ, പിന്നെ 1 തവണ മനസ്സിൽ ജപിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതെന്താ സൂര്യനെ നോക്കി ജപിക്കുമ്പോൾ മാറ്റം ഉണ്ടാകുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ ദൈവികമായ ആരും പറഞ്ഞു തരാത്ത അറിവുകളാണ്. ഒരിടത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല. എന്താ സൂര്യനെ നോക്കി ജപിക്കുമെന്നാണോ എന്ന് പറഞ്ഞത്? ഇനി അതിന്റെ രഹസ്യം പറഞ്ഞു തരുന്ന ഈ മന്ത്രത്തെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഓം ത്രയംബകം യജാമഹേ. ത്രയംബകം 3 കണ്ണുള്ള ആരാ? ശിവൻ. യജാമഹേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സുഗന്ധിയും, സുഗന്ധം, പ്രകാശം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് പവറാ. സുഗന്ധിയും പുഷ്ടിവർദ്ധനം, സർവ്വചരാചരങ്ങളെയും പരിപോഷിപ്പിക്കുന്ന ആ ത്രയംബകനായ 3 കണ്ണുള്ള ശിവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉർവാരുക്കമിവ ബന്ധനാത് മൃത്യുർ മുക്ഷീയ മാമമൃതാത്. അതായത് വെള്ളരിയുടെ ആ ഞെട്ടിൽ നിന്ന് എങ്ങനെ സ്വാഭാവികമായിട്ട് അടന്നു വീഴുന്നു, അതുപോലെ എൻ്റെ ജീവനും ആ സമയോചിതമായി, എന്ന് വെച്ചാൽ യഥാസമയം എൻ്റെ ശരീരത്തിൽ നിന്ന് ആ പ്രാണൻ അനായാസേന വിട്ടുപോകണം ശംഭോ എന്നാണ്. സ്വാഭാവിക മരണം എനിക്ക് നൽകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകട മരണമോ അങ്ങനെയുള്ളൊന്നുമില്ല. ആയുസ്സെത്തി യഥാവിധിയുള്ള ആ പ്രാണൻ ശരിയായ രീതിയിൽ തന്നെ ശരിയായ സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് അനായാസേന പോണേ. അല്ലാതെ മരണമില്ലാതാക്കുന്നതൊന്നും അല്ല എന്നർത്ഥം. സ്വാഭാവിക മരണം. ഇപ്പൊ അപകട മരണങ്ങളോ പെടുമരണങ്ങളോ അല്ലെ വലിയ ദുരിതങ്ങളോ ഒന്നും ഉണ്ടാകാതെ പ്രായമായി നമ്മളുടെ ശരീരത്തിൽ നിന്ന് എപ്പോഴാണോ ആ പ്രാണൻ പോകേണ്ട യഥാർത്ഥ സമയമാകുന്ന ആ സമയത്ത് സ്വാഭാവികമായി അനായാസേന ശരീരത്തിൽ നിന്ന് ആ പ്രാണൻ പോകണേ ശംഭു. ഭഗവാൻ ശംഭുവിനോട് പ്രാർത്ഥിക്കുക. മനസ്സിലായോ? അപ്പൊ ഈ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് ഇത് ഭഗവാന്റെ ഈ മന്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നമ്മൾക്ക് ആയുരാരോഗ്യ ഐശ്വര്യ സമ്പൽ സമൃദ്ധി നൽകുന്നതാണ്, തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നതാണ്, പ്രാണശക്തി നൽകുന്നതാണ് ഈ മന്ത്രം. കേട്ടുകൊള്ളുക. പ്രാണശക്തി നൽകുന്നതാണ് ഈ മന്ത്രം. എന്ന് വെച്ചാൽ നമുക്ക് അസുഖങ്ങളൊക്കെ ഒരുപാട് ആശുപത്രി പോയി ട്രീറ്റ്മെന്റ് ചെയ്യണം, അതാണ് പ്രധാനം. അതിനോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളാണ് അതിൻ്റെ കൂടെ ചെയ്യാവുന്ന കേട്ടോ. അങ്ങനെ മനസ്സിലാക്കുക. ഈ മന്ത്രം പ്രാണശക്തി നൽകുന്നതാണ്. പ്രാണശക്തി എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം പ്രാണശക്തി എന്താണെന്ന് അറിയണം. പ്രാണശക്തി എന്ന് പറഞ്ഞാൽ പ്രാണശക്തി അറിയാം, കേട്ടിട്ടുണ്ട്.
അറിഞ്ഞാൽ ജീവിതം മാറി. എന്താണെന്നൊരു കാര്യം ശരിക്കും മനസ്സിലാക്കണം. പ്രാണശക്തി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആഹാരം കുടിക്കുന്നു, ആഹാരം കഴിക്കുന്നു, അതിൽ നിന്ന് ഒരു ഊർജ്ജം നമുക്ക് കിട്ടുന്നുണ്ട് ആ ഭക്ഷണത്തിൽ നിന്ന്. ബാക്കി ഭക്ഷണം മലമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിസർജ്യമായിട്ട് പോകുന്നു. ആ ആഹാരത്തിൽ നിന്ന് ഒരു ഊർജ്ജം ശരീരം സ്വീകരിച്ചിട്ട് ബാക്കി ശരീരത്തിന് വേണ്ട ആ ഊർജ്ജം മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ, ബാക്കി മലമായിട്ട് പോകുന്നു. വെള്ളം കുടിക്കുന്നു, അതിലെ ഊർജ്ജം ശരീരം സ്വീകരിക്കുന്നു, ബാക്കി നമ്മുടെ മൂത്രമായിട്ട് അത് പോകുന്നു. ശ്വസിക്കുന്നു, ഈ ശ്വസിക്കുന്നതിനകത്തൊന്നും ചൈതന്യം ഊർജ്ജം ശരീരം സ്വീകരിച്ചിട്ട് ബാക്കി വെളിയിൽ കളയുക, ഒന്നും ശരീരത്തിന് വേണ്ട. അപ്പൊ ശരീരം എന്താ സ്വീകരിക്കുന്നത്? ഊർജമാണ്. ഈ ഊർജം നമ്മൾ ശരീരം സ്വീകരിക്കുന്ന ഊർജത്തിന്റെ ഒരു ശരീരം നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മ ശരീരമുണ്ട്. ആ ശരീരത്തിലാണ് പ്രാണശരീരം, പ്രാണശക്തി എന്ന് പറയുന്നത്. അതായത് ഊർജത്തിൽ നിന്ന് കിട്ടുന്ന ആ ചൈതന്യത്തിൽ നിന്ന് കിട്ടുന്ന ആ ശക്തിയാണ് പ്രാണശക്തി. അപ്പൊ ഈ പ്രാണശക്തി വർദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ശരീരത്തിന് നല്ല പുഷ്ടിയും നല്ല ആരോഗ്യവും സന്തോഷവും ഐശ്വര്യവും നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും ഒക്കെ ഉണ്ടായി വരുന്നത്. ഇതിന് ചില മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ട്. ഇതിന് നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മളുടെ ജീവിത രീതി, ഇതിലൊക്കെ ഇല്ല. പിന്നെ നമ്മൾ എന്തായാലും അസുഖങ്ങൾ വന്നാൽ ഡോക്ടറെ കാണണം, മരുന്ന് ചെയ്യണം, അതോടൊപ്പം ചെയ്യേണ്ട കാര്യം പറയുന്നത് കേട്ടോ. അതെപ്പോഴും ഓർത്തുകൊള്ളുക. എന്താ അസുഖം വന്നാൽ ആശുപത്രി പോകരുതെന്നല്ല പറഞ്ഞത്. അസുഖം വന്നാൽ ആദ്യം പോയി ഡോക്ടറെ കാണും. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ നിർദ്ദേശമനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം വേണം ഇത്തരം പ്രാർത്ഥനകൾ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതൊരു അസുഖത്തിനും ഒരു ജ്യോതിഷനോടും ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു വണ്ടി കേടായാൽ ഉടനെ ഓടിപ്പോയി ഒരു മെക്കാനിക്കലിനെ വിളിക്കുന്നത്, അല്ലാതെ ജ്യോതിഷനെ വിളിച്ചുകൊണ്ട് വന്നാൽ വണ്ടി നന്നാക്കാൻ പറ്റുമോ? ഇല്ല, സ്വാഭാവികമായിട്ടും പറ്റത്തില്ല. അതുപോലെ ശരീരമാകുന്ന വണ്ടി കേടാകുമ്പം അത് പഠിച്ച മെക്കാനിക്കലായ ഡോക്ടറെ കാണും, അല്ലാതെ ജ്യോതിഷനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. സത്യസന്ധമായിട്ട് പറയാം, ജ്യോതിഷനോട് നല്ലൊരു ജ്യോതിഷനാണെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങൾ ചോദിക്കാം, അത് നല്ലതാണ്. എന്ന് പറഞ്ഞ പോലെ അസുഖം എപ്പം വന്നാലും ഡോക്ടറെ കാണണം, വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കണം, അതാണ് പ്രധാനം. അതിൻ്റെ കൂടെ നമുക്ക് ഈശ്വരനെ വിളിക്കാം, അങ്ങനെ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനയാണ് പറഞ്ഞ കേട്ടോ. അപ്പൊ ഇത് സൂര്യനെ നോക്കി ജപിക്കുന്നതിന്റെ രഹസ്യം എന്താ? സൂര്യൻ എന്ന് വെച്ചാൽ പ്രാണകാരകനാണ്. ഈ പ്രപഞ്ചത്തിൽ ഊർജം നൽകുന്നതാണ് സൂര്യൻ. സൂര്യന്റെ ഊർജ്ജമൊക്കെ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ആ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ മുതൽ നമ്മൾ ആ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം നമുക്കും കിട്ടുന്നുണ്ട്, പക്ഷി മൃഗാദികൾക്ക് കിട്ടുന്നുണ്ട്, ഇലകളിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സൂര്യന്റെ ഊർജ്ജം എല്ലാ ജീവജാലങ്ങളിലും എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൽ സൂര്യനെ പ്രാണകാരകൻ എന്നാണ് പറയുന്നത്, പ്രാണൻ. അപ്പൊ ആ പ്രാണകാരകനായ സൂര്യനെ നമ്മൾ ഈ പ്രാണശക്തി ലഭിക്കുന്ന മന്ത്രം സൂര്യനെ നോക്കി ജപിക്കുക. എന്ന് വെച്ചാൽ ആകാശം നോക്കി ജപിച്ചാൽ മതി, സൂര്യനെ നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആകാശത്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരീയമായ ഗുണങ്ങൾ ഉണർന്നു തുടങ്ങും, ദൈവികമായ അനുഗ്രഹങ്ങൾ ഉണ്ടായി തുടങ്ങും, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. നമുക്ക് ശരിയായിട്ടുള്ള ജീവിത വിജയം അപ്പോൾ മുതൽ ആരംഭിക്കും. ദിവസവും രാവിലെ ചെയ്യുക. ഇത് രഹസ്യ വിദ്യയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് ലോകരക്ഷാർത്ഥമാണ്, ലോക നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ വേറൊരു ചിന്ത എൻ്റെ മനസ്സിലില്ല. ഓരോ ആളുകളും ആ ഈശ്വര്യമായ ചൈതന്യത്തെ അറിയണം. തെറ്റായ കാര്യങ്ങൾ പുറകെ ഒന്നും പോകരുത്, മണ്ടത്തരങ്ങളുടെയും പൊട്ടത്തരങ്ങളുടെയും ഒന്നും പുറകെ പോകരുത്. ശരിയായ ദൈവിക ജ്ഞാനം അറിയണം. ഈ ലോകരക്ഷയ്ക്ക് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായിട്ട് ഒരു മനസ്സിൽ ഒരു ചിന്തയില്ലാതെ പറഞ്ഞു തരുന്നത്. ഒരുപാട് ആളുകൾ ഈശ്വരനെ അറിയട്ടെ എന്ന് വിചാരിച്ച്, നന്മയിലോട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവ ശിവ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.